സ്തുതിക്കാം. പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം, സ്തുതിക്കാം. നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം. പരിശുദ്ധനെ സ്തുതിക്കാം. പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം. ആയതാ ദുർബലൻ ഞാൻ ബലവാനാ, സാധു ഞാനും ധന്യനായി. യേശുവെന്റെ രക്ഷകൻ. ആയതാ ഓ ആയതാ ദുർബലൻ ഞാൻ ബലവാനായി, സാധു ഞാനും ധന്യനായി. യേശുവെന്റെ രക്ഷകൻ. ആയതാ സ്തുതിക്കാം, സ്തുതിക്കാം. നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം. പരിശുദ്ധനെ സ്തുതിക്കാം. പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം. ഓ സ്തുതിക്കാം. നമ്മൾ നന്ദിയാൽ സ്തുതിക്കാം. പരിശുദ്ധനെ സ്തുതിക്കാം. പുത്രനെ തന്ന ദൈവത്തെ സ്തുതിക്കാം. ഓ ആയതാ നിർമ്മലൻ ഞാൻ ബലവാനാ, സാധു ഞാനും ധന്യനായി. യേശുവെന്റെ രക്ഷകൻ. ഓ ആയതാ ഓ ആയതാ നിർമ്മലൻ ഞാൻ ബലവാനാ, സാധു ഞാനും ധന്യനായി. യേശുവെന്റെ രക്ഷകൻ. ആയതാ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത്രയും നേരം നമ്മൾ പാട്ട് നമ്മൾ കേട്ടു. നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു പാട്ട് ചേർന്ന് പാടി. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താനവൻ, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ എന്നുള്ള ഗാനം ഒരുമിച്ച് ചേർന്ന് കൈകളെ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താനവൻ. ഓ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താനവൻ. ഓ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഓ എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ, അനുഗമിച്ചിടും അവനോട് ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഓ ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ഓ ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും.
എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമും എനിക്ക്. ഓ എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമും എനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഓ മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ, മനോവേദന പല ശോധന മമ ജീവിത പാതയതിൽ. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. ഓ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഓ എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഓ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, ഓ എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്
ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവൻ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. Hallelujah. Thank you, Jesus. Hallelujah. Oh, hallelujah. Hallelujah. എന്നോടൊപ്പം ചേർന്ന് പാടാമോ? ഹല്ലേലൂയ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ, എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായം എന്നുള്ളതാണ്. ഹല്ലേലൂയ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഓ അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനോട് ചുവടുകളെ അനുഗമിച്ചിടും അവനോട് ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ വിട്ട് നാട്ടിലേക്ക് അവർ പഠനകാര്യം കടന്നു പോകുന്നു. അവരെവിടെ ആയിരുന്നാലും നമ്മൾ ഈ പാടിയ പോലെ കർത്താവിൻ്റെ ചൂടുകൾ പിൻപറ്റി ജീവിക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ. നമുക്കെല്ലാവരും പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് പറഞ്ഞുവിടാം. ദൈവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധാനം അടഞ്ഞിരിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലൂടെ നീളം നമുക്ക് അനുഭവിക്കേണ്ടതിന്, കർത്താവ് ഇടവരുത്തേണ്ടതിനായും, പ്രത്യേകിച്ച് നമ്മെ വിട്ട് പഠനാർത്ഥം നാട്ടിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ശുഭഭാവി ദൈവം നൽകി അവരെ പിന്നെയും അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ച ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകർന്ന് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ മാത്യൂസ് എബ്രഹാം മുൻപോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്കൊരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ഞാൻ സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകിവേളയിൽ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവേ അവിടെ ഇടയാക്കി ദയക്കായി സ്തോത്രം ഞാൻ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലം കർത്താവ് ഞങ്ങളുടെ സന്നിധി ഞങ്ങളായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ കർത്താവേ. പ്രത്യേകാല കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാളെ ഇതുവരെ കർത്താവ് ഈ ദേശത്ത് പാർക്കുവാനും ഇവിടെ പഠിക്കുവാനും കർത്താവർക്ക് ഭാഗ്യം കൊടുത്തനാൽ സ്തോത്രം കർത്താവേ. അവർ വിദ്യാഭ്യാസത്തിലെല്ലാം ദൈവങ്ങളുടെ സാന്നിധ്യം കൃപയും കൂടിയിരുന്നല്ലോ കർത്താവേ. ഹല്ലെ വരുന്ന ദിവസങ്ങൾ കർത്താവ് ഹല്ലേലൂയ അവർ നാട്ടിലേക്ക് കടന്നു പോകുന്ന കർത്താവ് ദൈവിക സാന്നിധ്യം കർത്താവേ അവർക്ക് മുമ്പായി കടന്നു പോകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. അവരെ തുടർന്നുള്ള പഠനം എല്ലാം അനുഗ്രഹമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ സന്ധ്യാകാലം ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഒരു വലിയ അനുഗ്രഹമായി ഇന്ന് രാത്രികാലം തീരുവാനും കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ കുഞ്ഞുങ്ങൾ നാട്ടിൽ കടന്നു ചെന്ന് കർത്താവേ സ്തോത്രം. ദൈവത്തിന് മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ സ്വർഗ്ഗമേയോട് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ രാത്രി കാലം കർത്താവെ മുഴുവൻ അങ്ങേക്ക് കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവെ ആദ്യം അന്തം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ അങ്ങേക്ക് എല്ലാം യേശുവിന്റെ നാമത്തിൽ കേൾക്കണം. സ്വർഗ്ഗീയ പിതാവേ. സർവശക്തനായ ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം ഈ സന്ധ്യവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മയിൽ ഭാഗമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്ന കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നാം എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ദീർഘവർഷങ്ങൾ നമ്മോടുകൂടെ പാർത്ത് നമ്മുടെ എല്ലാം സ്നേഹത്തിന് പാത്രമായിരുന്ന
നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട 7 തലമുറകൾ ഈ രാജ്യത്തെ അവരുടെ പഠനം പൂർത്തീകരിച്ച് വരും ദിവസങ്ങളിൽ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന സ്ഥാനങ്ങളിൽ അവരുടെ തുടർ പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ രാജ്യം വിട്ട് യാത്രയാകുകയാണല്ലോ. ദൈവസഭയെ സംബന്ധിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ 7 പേര് ഇവിടുന്ന് കടന്നു പോകുന്നത് നമുക്ക് വളരെ നഷ്ടമാണ് എന്നിരിക്കലും നാം എല്ലാവരും അവരുടെ ശുഭഭാവിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. അവർ അനുഗ്രഹിക്കപ്പെട്ട ഭാവി പ്രാപിച്ച് അവരുടെ മേൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവിക നന്മകൾ അനുഭവിക്കേണ്ടവരാകയാൽ അവരെ ദൈവമാക്കുന്ന സ്ഥാനങ്ങളിലേക്ക് അവർ കടന്നുപോയേ മതിയാകൂ. ആ നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വരും ദിവസങ്ങളിൽ ഈ രാജ്യത്തു നിന്ന് നാട്ടിലേക്ക് കടന്നു പോകുന്നു. ഇവിടെയായിരുന്ന കാലഘട്ടങ്ങളിൽ ഈ ദേശത്ത് ജനിച്ച് വളർന്ന കുഞ്ഞുങ്ങളുണ്ട്, മറ്റു കുഞ്ഞുങ്ങളുമുണ്ട്. ദൈവസഭയിൽ അവരെല്ലാവരും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. ദൈവവചനത്തിൻ്റെ ക്രമീകരണമായ പഠനത്തിൽ ആത്മീയ കൂട്ടായ്മകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വളരെ വിലപ്പെട്ടതായിരുന്നു. ദൈവത്തിൻ്റെ ദാസന്മാരെ സ്നേഹിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിൽ, മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിലൊക്കെ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വളരെ മുൻപന്തിയിലായിരുന്നു. അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഇത്തരണത്തിൽ വാക്കുകൾ ഒത്തിരി ദീർഘമാക്കുന്നില്ല. ഈ 7 കുഞ്ഞുങ്ങളിൽ 2 കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയുടെ രാവിലെ 5 മണി മുതലുള്ള നിരന്തരമായ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഇവിടെ ഈ ആലയത്തിൽ ആ സമയങ്ങളിൽ പ്രാർത്ഥന നടന്നപ്പോഴും ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന ആ ക്രമീകരണത്തിലുമൊക്കെ അവർ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷകരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി പ്രാപിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തുടർന്നുള്ള ശുശ്രൂഷകളിൽ മുൻപോട്ട് നീങ്ങുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മെ വിട്ട് ഈ രാജ്യത്തു നിന്ന് പഠനാർത്ഥം നാട്ടിലേക്ക് കടന്നു പോകുന്ന 7 കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ പേരുകൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്ന് നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നിങ്ങളെ അതിലേക്ക് ഈ രാത്രി ക്ഷണിക്കുന്നു. നമ്മുടെ ആൺപൈതങ്ങൾ 3 പേരാണ് നമ്മെ വിട്ട് കടന്നു പോകുന്നത്. ജോനാഥാൻ ജോജി മുൻപോട്ട് വന്നാട്ടെ. ജെറോം സാമുവൽ, ജോയൽ ജേക്കബ്. 4 പെൺകുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു. സാറ തോമസ് മുൻപോട്ട് വന്നാട്ടെ. റൂത്ത് സാറ ഷാജൻ, നന്ദന ജയൻ, സാഞ്ചിയ തോമസ്. ഈ 7 കുഞ്ഞുങ്ങളാണ് അടുത്ത ദിനങ്ങളിൽ ഈ രാജ്യത്ത് നിന്ന് പഠനാർത്ഥം നാട്ടിലേക്ക് കടന്നു പോകുന്നത്. സർവശക്തനായ ദൈവം അവർക്കെല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏവർക്കും ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിമിതമായ സമയങ്ങൾ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ആ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളിൽ മുൻപോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നു. പ്രാരംഭ നിമിഷങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകളെ പ്രതിനിധീകരിച്ച് ചില പ്രിയപ്പെട്ടവർ ആശംസാ വാക്കുകൾ അറിയിക്കുന്നു. അതിനു മുൻപായി നമ്മുടെ കൊയർ ഒരു ഗാനം കൂടെ ഇപ്പോൾ പാടും. ആ ഗാനത്തിന് ശേഷം എല്ലമ്മിനെ പ്രതികരിച്ചും വൈപ്പിയെ പ്രതികരിച്ചും സൺഡേ സ്കൂളിനെ പ്രതികരിച്ചും ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ആശംസാ വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. അവരെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. Praise God. Hallelujah. അവൻ
നാമമെനിക്കു പാർത്താം. ഓ എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താം. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓ യേശുവൻ അടിസ്ഥാനം ആശ്രയവനിലത്രേ. യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഓ എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താം. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താം. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. ഓർത്തുവരും തോറുമൻ ആർത്തി മാഞ്ഞു പോകുന്നു. യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ. ഓ യേശു എന്നടിസ്ഥാനം ആശ്രയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എല്ലമനെ പ്രതികരിച്ചുകൊണ്ട് എല്ലമൻ്റെ ട്രഷറർ ആശാ സജീവ് മുൻപോട്ട് വന്ന് സംസാരിക്കും. അതിനുശേഷം വൈപ്പിയെ പ്രതികരിച്ചുകൊണ്ട് വൈപ്പിയുടെ സെക്രട്ടറി അജി തോമസ് സംസാരിക്കും. സൺഡേ സ്കൂളിനെ പ്രതികരിച്ചുകൊണ്ട് അതിനുശേഷം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ രാജു വർഗീസും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, പ്രിയ കുഞ്ഞുങ്ങൾ, ശേഷം സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വിശേഷാൽ അനുഗ്രഹപ്പെട്ട ആരാധനയ്ക്ക് ശേഷം ഈ വൈകിവേളയിൽ നമുക്ക് പ്രിയ കുഞ്ഞുങ്ങളുടെ ഫെയർവെല്ലോടനുബന്ധിച്ച് കടന്നു വരുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവർ 7 പേര് നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരായിരുന്നു. പ്രിയ ജോനാഥാൻ, ജോയൽ, ജെറോം, സാറ, സാഞ്ചിയ, രൂത്ത്, നന്ദന, എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവർക്ക് ഈ രാജ്യത്ത് ജനിപ്പാൻ, വളരുവാൻ, പഠിപ്പാൻ, ദൈവസഭയോടും മാതാപിതാക്കളോടും ഒരുമിച്ചായിരിക്കാൻ ദൈവം അവർക്ക് അവസരങ്ങളെ ഒരുക്കി. ദൈവം അവരെ പരിപാലിച്ചു. ദൈവത്തിൻ്റെ എല്ലാ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ കർത്താവിൻ്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ അവരിവിടുന്ന് കടന്നു പോകുന്നത്, നമുക്ക് 7 പേര് ഒരുമിച്ച് കടന്നു പോകുന്നത് ദൈവസഭയ്ക്ക് വലിയൊരു ലോസാണ്. എന്നാൽ അവർക്ക് കടന്നു പോകാതിരിക്കാൻ കഴിയുകയില്ല.
അവരുടെ ഫ്യൂച്ചർ ഫർദർ സ്റ്റഡീസിന് അവർ കടന്നു പോയേ മതിയാകൂ. എന്നാൽ ദൈവം അവർ കടന്നു പോകുന്ന സ്ഥാനങ്ങൾ ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ അവരെല്ലാവരും ഒരുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള അനുഗ്രഹപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു. അവരുടെ ചെറുപ്പം മുതൽ നമുക്കത് കാണുവാൻ, അനുഭവിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുന്നതിനൊക്കെ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. ദൈവസഭയ്ക്ക് അവരെ അഭിമാനമായിരുന്നു. അതെല്ലാം ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും അവർ കടന്നു ചെല്ലുന്ന സ്ഥാനങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. അവരുടെ ഉള്ളിലുള്ള ദൈവവചനം ദൈവനാമത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിപ്പാനൊക്കെയും ദൈവം അവരെ ഇടയാക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളോട് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ കടന്നു ചെന്ന സ്ഥാനങ്ങളിൽ ഒരു ലോക്കൽ ചർച്ചിനോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ നിങ്ങൾ ഉത്സാഹിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം. അതാണ് നിങ്ങളെ സത്യത്തിൽ വഴി നടത്തുന്നത്. ദൈവം ആ വിധത്തിൽ നിങ്ങൾ ഉത്സാഹിക്കണം. അതിലൊരു മടുപ്പം കാണിക്കരുത്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വിശേഷാൽ നിങ്ങളുടെ ചെറുപ്പം മുതൽ നിങ്ങളെ അറിയാവുന്ന സമയം മുതൽ ഈ ലേഡീസ് പ്രയറിലും പേഴ്സണലിലൊക്കെയും കർത്താവിനെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. അത് അവർക്ക് നന്മയായെന്ന് ദൈവ സന്നിധിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവം അവരെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. അവിടെ കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ അവരുടെ സ്പിരിച്വൽ, ഫിസിക്കൽ, അവരുടെ എഡ്യൂക്കേഷൻ വൈസ് എല്ലാം ദൈവം എല്ലാവരും നന്മകളാൽ അവരെ നിറയ്ക്കട്ടെ. ദൈവസഭയുടെ ലേഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് പേരിലുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ദൈവസ്ഥലായിരിക്കുന്നു. താങ്ക് യു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയം കൂടെ വിസ്താരാധനയ്ക്ക് ശേഷം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ സെൻഡ് ഓഫിനോടുള്ള ബന്ധത്തിലൂടെ കടന്നു വരുവാൻ ദൈവം തന്ന സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഏകദേശം ഒരു 8-9 പേർക്കോളം സെൻഡ് ഓഫ് നമ്മൾ കൊടുത്തു. അതിനുശേഷം വീണ്ടും വലിയൊരു സംഖ്യ തന്നെ നമ്മുടെ മുമ്പിൽ സെൻഡ് ഓഫിനായിട്ടുണ്ട്. നമുക്കൊരു വളരെയധികം സങ്കടമുള്ള കാര്യമാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഇവിടെ നിന്നും കടന്ന് അവരുടെ പഠനാർത്ഥം കടന്നു പോകുന്നത് സങ്കടമുള്ള കാര്യമാണ്. നാം ഏവരും സങ്കടപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ 7 മാതാപിതാക്കളും വളരെയധികം വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം അവരെ സഹായിക്കട്ടെ. പ്രത്യേകാൽ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയ്ക്കൊരു നല്ലൊരു മുതൽക്കൂട്ടായിരുന്നു, അനുഗ്രഹമായിരുന്നു. പ്രത്യേകാൽ നമ്മുടെ ഈ 7 കുഞ്ഞുങ്ങളും വളരെ നല്ല കുഞ്ഞുങ്ങളായിരുന്നു. ആത്മീയമായി കാഴ്ചപ്പാടുള്ള കുഞ്ഞുങ്ങളായിരുന്നു. കർത്താവിനെ പറ്റി നന്നായി പഠിക്കുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന, പാടുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു. അവർ നമ്മുടെ സഭയ്ക്കും വൈപ്പിക്കും സൺഡേ സ്കൂളിലുമൊക്കെ അനുഗ്രഹമായിരുന്നു. പ്രത്യേകാൽ പ്രിയ മോൻ ജോനാഥാൻ, ജെറോം, ജോയൽ, നന്ദന, സാറ, സാഞ്ചിയ, റൂത്ത്, ഇവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അവർ കടന്നു പോകുന്ന സമയങ്ങൾ സ്ഥലങ്ങളിലൊക്കെ ദൈവം അവരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ എവിടെ പോയാലും ഇപ്പോൾ നിങ്ങളുടെ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരു കോഴ്സ് അല്ലെങ്കിൽ ഏതൊരു സ്ട്രീം നിങ്ങൾ എടുത്താലും തിരഞ്ഞെടുത്താലും അതിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എഞ്ചിനീയർ ആണെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല എഞ്ചിനീയർ ആകാൻ വേണ്ടി പഠിക്കുക. ഡോക്ടറാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തി ഡോക്ടറായി ആകാൻ വേണ്ടി പഠിക്കുക. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ സമർത്ഥരായി മുൻപോട്ട് പോവുക. അതോടൊപ്പം തന്നെ അതിലേറ്റവും അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ പോകുന്ന സമയങ്ങളിൽ നിങ്ങളൊരു ലോക്കൽ ചിപ്പ്, നമ്മുടെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു സഭയോടനുബന്ധിച്ച് നിന്ന് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. എല്ലാ ദിവസവും സഭാരാധനയെ കടന്നുപോയി കർത്താവിനെ സ്തുതിക്കുന്ന കുഞ്ഞുങ്ങളായി തീരണം. ഇത് നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഇത് ഞങ്ങളുടെ സഭാ പാസ്റ്ററും സൺഡേ സ്കൂൾ അധ്യാപകരും ലേഡീസ് ഉള്ളവരും ഞങ്ങളുടെ അപ്പനും അമ്മയും ഒക്കെ ഇത് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷേ ഇത് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇതെല്ലാവരും വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങളെല്ലാ ദിവസവും കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളായി തീരണം. നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയൊരു ഭാഗ്യമുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ ഓരോ സ്റ്റേജിലും നിങ്ങളുടെ ഒരു പരീക്ഷ കടന്നു വരുമ്പോഴാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നൊരു സഭ ഇവിടെ ഉണ്ട്. മാതാപിതാക്കൾ, സഹോദരിയുടെ മീറ്റിങ്ങുകൾ, വൈപ്പി സൺഡേ സ്കൂളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇവിടെയുണ്ട്. അത് ആ ഒരു ഭാഗ്യം ലഭിക്കാത്ത കുഞ്ഞുങ്ങളുടെ കൂടെയാണ് നിങ്ങൾ പോയിരുന്ന് പഠിക്കുവാനും വേണ്ടി പോകുന്നത്. അത് നിങ്ങൾക്കൊരു നല്ലൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വൈപ്പിയുടെ പേരിലുള്ള എല്ലാവിധമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെവരെയും സഹായിക്കട്ടെ. പ്രൈസ് ലോർഡ്. ദൈവദാസനും ദൈവസഭയ്ക്കും ഫെയർവെല്ലിന് ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം.
നമുക്ക് പിന്നെയും ഒരു ഫെയർവെൽ കൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഫെയർവെൽ വരുമ്പോൾ അജിബർ പറഞ്ഞ പോലെ നമുക്കത് മനസ്സിന് വിഷമോ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം. പക്ഷേ അവർ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി നമുക്കറിയാമല്ലോ. സോ അവരുടെ ഉപരിപഠനാർത്ഥം അവർക്കത് പോയേ പറ്റത്തുള്ളൂ. സോ ഞങ്ങൾക്ക് ആക്ച്വലി സൺഡേ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം നമ്മുടെ സീനിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നതാണല്ലോ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും, നമ്മുടെ ചേർച്ചിൽ സഭായോഗത്തിനാണെങ്കിലും നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ നമ്മുടെ ഒരു ലൈക്ക് നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിക്കുന്നതെല്ലാം. ഇനി അതിൽ നിന്ന് ഒരു പോർഷൻ നമ്മുടെ ഭാഗം നമ്മുടെ വിട്ട് അവർ കടന്നു പോവുക. നമുക്ക് വിഷമമുണ്ട്. ഇവർ കുഞ്ഞു മുതലേ നമ്മുടെ കൂടെ ഉള്ള പിള്ളേരാ. ഒത്തിരി ഓർമ്മകളുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് സമയത്തിൻ്റെ കുറവ് മൂലം ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഒത്തിരി ഓർമ്മസ് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവരെ പറ്റി. ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പിള്ളേരാണ്, ഭയങ്കര പ്ലേഫുള്ളാണ് അവർ. നമ്മുടെ കൂടെ അവർക്ക് ലൈക്ക് വളരെ സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്, വളരെ ഇന്നസെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇവിടെയുള്ള ലൈക്ക് ഗൾഫ് കൺട്രീസിലുള്ള കേരളം വിട്ടിട്ടുള്ള എല്ലാ പിള്ളേരും അവർക്ക് ആക്ച്വലി വേൾഡിനെ പറ്റി അവർക്ക് വലിയ ധാരണയില്ല. അവർ ഇപ്പം തന്നെ അവർ വേൾഡിലോട്ട് പോകുമ്പോഴത്തേനും നമ്മുടെ പ്രാർത്ഥന അവർക്ക് ആവശ്യമാണ്. ആൻഡ് ചിൽഡ്രൻ, ഐ വാണ്ട് ടു സേ വൺ തിങ് ദാറ്റ് യു നീഡ് ടു ക്രിയേറ്റ് എ പ്രെയർ ഹാബിറ്റ്. പ്രാർത്ഥന ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം ജീവിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം, വേൾഡിൻ്റെ സിറ്റുവേഷൻ അറിയാം. വേൾഡ് മൊത്തം വല്ലാത്തൊരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു രീതിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിൻ്റെ നടുവിൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പിടിച്ചു നിൽക്കാൻ. സോ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതം, ബൈബിൾ റീഡിങ് നിങ്ങൾ മുടങ്ങരുത്. ഇതെല്ലാം നമ്മൾ സൺഡേ സ്കൂളിലെല്ലാം നിങ്ങളെ ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂടാതെ ആശ സിസ്റ്റർ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ചേർച്ച്, നല്ലൊരു ചേർച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഡോക്ടറിനലി നിങ്ങൾ ചേർച്ചിൻ്റെ ബാക്കിയുള്ള ലൈക്ക് സെറ്റപ്പ് ഒന്നും നിങ്ങൾ നോക്കല്ലേ, പക്ഷേ ചേർച്ച് ഡോക്ടറിനലി എങ്ങനെയാണെന്നുള്ളത് നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓൾ ദ ചിൽഡ്രൻ, സാഞ്ചിയ ആൻഡ് നന്ദന, റൂത്ത്, സാരമോള്, പിന്നെ ജെറോം ആൻഡ് ജോയൽ ആൻഡ് ജോനതൻ, എല്ലാവരും ചേർത്താണ് അങ്കിൾ പറയുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങൾ എവിടെയാണോ പോകുന്നത് ആ പോകുന്നിടത്ത് നിങ്ങളൊരു ചേർച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ വേറെ ഏത് കാര്യം നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തില്ലെങ്കിലും നല്ലൊരു ചേർച്ച് നിങ്ങൾ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജോയിൽ കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേനും, സാങ്കുട്ടിച്ചാൻ്റെ മോൻ ജോയിൽ കഴിഞ്ഞ വർഷം പോയപ്പോഴത്തേനും ഡൽഹിയിൽ പോയിട്ട് ജോയിൽ പല ചർച്ചസ് കണ്ടു. പക്ഷേ ഡോക്ടറിനിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ദൈവസഭ അദ്ദേഹം ജോയിൽ മോൻ കണ്ടു. അത് ഒരു ഓൾഡ് ചർച്ചാണ്, പക്ഷേ വളരെ നന്നായിട്ട് നല്ല ഫെലോഷിപ്പ് അവിടെ കിട്ടുന്നുണ്ട്, നല്ല മെസ്സേജസ് കിട്ടുന്നുണ്ട്. സോ ജോയിൽ ഹാപ്പിയാണ്. ഡോക്ടറിനലി നമുക്ക് വേരിയേഷൻ ഉള്ളൊരു ചർച്ചിൽ ഭയങ്കര സെറ്റപ്പ് ഒക്കെ കാണും. പക്ഷേ അതിനേക്കാളും ഏറ്റവും ഉപരി നിങ്ങൾ ഡോക്ടറിനലി ട്രൂ ആയിട്ടുള്ളൊരു ചേർച്ച് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നിങ്ങളുടെ പാരൻസുമായിട്ട് നിങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ചേർച്ചുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഫ്രണ്ട്ഷിപ്പേ നിങ്ങൾ തിരഞ്ഞെടുക്കാവുള്ളൂ. നിങ്ങൾ പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് വളരെ പ്രാർത്ഥിച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. മോസസിൻ്റെ ലൈഫിൽ 3 സ്റ്റേജസ് നമുക്കറിയാമെന്നുള്ള. മോസസ് 120 years Moses lived, and for the first 40 years Moses was in the palace, and the next 40 years Moses was in the desert, and the next 40 years Moses was leading the people. So ഇപ്പോൾ നിങ്ങൾ കുവൈറ്റ് ചർച്ച് ഓഫ് ഗോഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് കൂടെ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഫേസ് നിങ്ങൾ കഴിഞ്ഞ് ഇനി നിങ്ങൾ തന്നെയുള്ളൊരു ഫേസിലോട്ട് പോവുക. ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഗൈഡൻസ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യും. അതിനു വേണ്ടിയിട്ട് മോസസിനെ എപ്രകാരം ദൈവം മരുഭൂമിയിൽ നടത്തിയോ, മോസസിന് ആ മരുഭൂമിയിൽ കൂടെ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. നീ സാധാരണ ഒരു കുഞ്ഞല്ല, നീ ഒരു ദൈവ പൈതലാണ്, നീ ഒരു ഇസ്രായേലാണ്, നീ ഒരു സെപ്പറേറ്റ് ഒരു ചൈൽഡ് ആണെന്നുള്ളൊരു ബോധ്യം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ ഒരു ഡിറ്റർമിനേഷനാണ് മരുഭൂമിയിലെ ഭയങ്കര ടഫായിട്ടുള്ള ആ സിറ്റുവേഷനിൽ മോസസിനെ പിടിച്ചു നിർത്തിയത്. സോ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ വരും. ഒത്തിരി കാര്യങ്ങൾ, ലോകത്തിൻ്റെ ശക്തികൾ വരും, ഒത്തിരി റോങ് ഫ്രണ്ട്ഷിപ്സ് വരും. പക്ഷെ അവിടെ നിന്ന് വീണ് പോലെ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യമാണ്. സോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്നുള്ള ഭാഗത്തിൽ, പാരൻസ്, ചേർച്ച് എന്നുള്ള ഭാഗത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. പക്ഷേ എവിടെയായിരുന്നാലും ട്രൈ ടു മെയിൻറ്റെയിൻ ദ പേഴ്സണൽ ഇൻറ്റിമേറ്റ് കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. അത് മാത്രമേ നമ്മളെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ഉറപ്പിച്ച് നിർത്തത്തുള്ളൂ. നാളെ നിങ്ങളാണ് ദൈവസഭ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ എല്ലാം ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ദ ലൈക്ക് യു വിൽ ബി സ്റ്റാൻഡിങ് ലൈക്ക് ദ പില്ലേഴ്സ് ഓഫ് ദ ചർച്ച്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടർ നന്നായിട്ട് പഠിച്ചിരിക്കണം. വചനം നിങ്ങൾ സ്വന്തമാക്കണം. ഈ വചനം ബൈബിളിന് മാത്രം ഇരുന്നാൽ പോരെ, വായിച്ച് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വന്തമാക്കണം. അങ്ങനെ മാത്രമേ ഏത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരും സഹായിട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ കോൺട്രിബ്യൂഷൻ ടു സൺഡേ സ്കൂൾ ത്രൂ ഔട്ട് ഓൾ ദി ഇയേഴ്സ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഞങ്ങൾക്ക് ഒത്തിരി മിസ്സിംഗ് ഉണ്ട്, ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ദിസ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. സോ ഗോഡ് ബ്ലെസ് യു ആൻഡ് വിൽ ബി വിത്ത് യു ഇൻ പ്രേയേഴ്സ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രിയപ്പെട്ടവർ പറഞ്ഞ നല്ല വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു.
തുടർന്ന് സഭയെ പ്രതികരിച്ച് 2 പ്രിയപ്പെട്ടവരും, അവസാനമായി നമ്മുടെ സഭാ കമ്മിറ്റിയെ പ്രതികരിച്ച് ഒരാളും സംസാരിക്കും. നമ്മുടെ സഭയെ പ്രതികരിച്ചുകൊണ്ട് സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സിസ്റ്റർ ഷെറിൻ മേരി വർഗീസ്, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് കർത്താവിൻ്റെ ദാസൻ MT എബ്രഹാം, സഭാ കമ്മിറ്റിയെ പ്രതികരിച്ച് കർത്താവിൻ്റെ ദാസൻ ഷാജി തോമസ്, 3 പ്രിയപ്പെട്ടവരെയും മുൻപോട്ട് ക്ഷണിക്കും. Praise the Lord. Praise the Lord. It's tough for me to give goodbye speeches, especially to I promised I would not cry because these are like my best friends who are going. I will really miss them a lot. I know each of them personally, and each of them has a special place in our hearts. I want you to know that you will not be missed as a group. You will be missed individually. The boys, Jerome, Jonah, Joel, very quiet, very humble, and all 3 are amazing personalities, very respectful characters. Sarah, Sanchia, that's her pronunciation, she said. Very quiet children. Whenever you go to their homes, they're always hidden in their bedroom studying. Ruthama, our singer, who always remembers me at 1 o'clock in the night. Nandu, we call her Nandu, our darling. I'll miss her a lot. Very caring, very humble person, very respectful, and a very comedy character. Like, her jokes are a level different. We cannot explain her jokes here, but it's never boring around her. It's a big group of people who is going, and it's a group of people that's very close to our heart. Like, for me, I don't consider them as I consider them as my children, and more like very mature children. They're very close to me, and I want you to know that we promise you our prayers. You will always be in our hearts. I don't know if like how many of these 7 people on stage we will meet again. We don't know that, but God willing, wherever you go, I'll give you one piece of advice. Let the word of God and the Spirit of God guide you in every decision that you take for your future. On behalf of the whole church, as I stand here, I'm saying we all love you a lot, and we will all miss you a lot, and our prayers are always with you. God bless you all. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ 7 പേരെ ഇവിടുന്ന് യാത്ര അയക്കാൻ നമുക്ക് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാനും 2-3 പേരെയൊക്കെ യാത്ര അയച്ചിട്ടിരിക്കുകയാണല്ലോ. സന്തോഷത്തോടെ ഇങ്ങനെ ഒരു സുദിനം കൂടെ നമുക്ക് ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പോകുന്നതിൽ ഏറ്റവും ദുഃഖിതരല്ല, അവർ നമുക്കൊരു പ്രയാസമുണ്ട്. എന്നാൽ അവർ പോകുന്ന നല്ല കാര്യത്തിനാണല്ലോ. അവരെവിടെ പോയാലും അവർ ദൈവമക്കൾ തന്നെയാണ്, ദൈവ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അവരെപ്പറ്റി ഒന്നും ഭാരപ്പെടേണ്ട. അവരെപ്പറ്റി ദൈവം എന്താ ആഗ്രഹിക്കുന്നോ അതുപോലെ തന്നെ അവരായിത്തീരുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഇത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തിന് മഹത്വം. അവർ 7 കുഞ്ഞുങ്ങളും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാര്യം ജീവനുള്ള ഒരു ദൈവത്തെ സേവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. പിന്നെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന ദൈവസഭയുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം. അങ്ങനെ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ 7 കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർ നമ്മുടെ കഴിഞ്ഞ കാലനോട് സഭയ്ക്കെല്ലാം അനുഗ്രഹമായിരുന്നു. നമ്മുടെ റീജന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. നമ്മുടെ ചർച്ചിൻ്റെ പേര് നിലനിർത്തുവാൻ തക്കണം റീജൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മുൻപിലായിരുന്നു. കോമ്പറ്റീഷനൊക്കെ പോയി കടന്നു വരുവാനും എല്ലാം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് അവരെപ്പറ്റി ഒത്തിരി സന്തോഷമുണ്ടായി. റീജൻ്റെ സമയങ്ങളിലൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ, ഇവിടുന്ന് പോയ കുഞ്ഞുങ്ങളെ എല്ലാം ഏറ്റവും അനുഗ്രഹമായിരുന്നു. അതൊക്കെ ഇവർ ദൈവത്തെ സ്തുതിക്കുന്നു. കാലാകാലങ്ങൾ നമുക്ക് ദൈവങ്ങളുടെ ഇനിയും അനേകം അധിക നല്ല കുഞ്ഞുങ്ങളെ തരും. അവരും എല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് പോയാലും യഹോവയെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവരെപ്പറ്റി ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് പ്രകാരം തന്നെ അവർ പൊക്കോളും. നമ്മളെപ്പറ്റി ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. കുഞ്ഞുങ്ങളെ ദൈവം തന്നതാണ്. ദൈവം തന്നപ്പം തന്നെ അവരെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം
ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടന്നോളും. കാര്യം എനിക്ക് അഭിമാനത്തോടെ ആ കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കും. പക്ഷേ സമയത്തിന് ചുരുക്കത്താൽ ഞാനൊന്നും പറയുന്നില്ല. അവരുടെ സന്തോഷത്തിനും ആശംസയായിട്ട് ഒരു വാക്യം വായിക്കുന്നു. ജോഷുവ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7 മുതൽ. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിനെ അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോരുത്. അതിലെഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. വായിക്കാൻ ഇച്ചിരി പ്രയാസപ്പെട്ടു, കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം ഞാൻ നിങ്ങളെ 7 പേരെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഈ ന്യായപ്രമാണം, ഈ വചനം, ദൈവത്തിൻ്റെ വചനം വായിച്ച് എന്നും ദൈവത്തിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കണം. നിങ്ങൾ ഓർത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. നിങ്ങളെ മറക്കത്തില്ല, ദിവസവും മറക്കത്തില്ല. നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ മറക്കത്തില്ല. എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഇവിടെ നേരത്തെ പ്രിയപ്പെട്ടവർ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എവിടെ പോയാലും യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ എൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവസഭയുടെയും എല്ലാ നല്ല ആശംസകളും പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഇരുന്നു. സഭാ കമ്മിറ്റിയെ പ്രതികരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ ഷാജി തോമസ് അതിനുശേഷം നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഒരു ഗാനം പാടുന്നതായിരിക്കും. അതിനായിട്ട് കുഞ്ഞുങ്ങൾ ഒരുങ്ങുവാനായിട്ടും അറിയിക്കും. പ്രൈസ് ലോർഡ്. ഈ അനുഗ്രഹീതമായ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആവർത്തിച്ചതുപോലെ ഈ 7 കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയ്ക്ക് നഷ്ടമാകുമ്പോൾ പ്രൈസ് ലോർഡ്, അവർ തീർച്ചയായിട്ടും ദൈവം ഒരു മറ്റൊരു തലത്തിൽ അവരെ ഉപയോഗിക്കുവാൻ അവരെ കരങ്ങളിൽ എടുക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പ്രൈസ് ലോർഡ്. ഇതിനകത്ത് 7 കുഞ്ഞുങ്ങളിൽ 6 പേരെയും എനിക്ക് 2 വർഷം പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. പ്രൈസ് ലോർഡ്. ജോനഥൻ, ജെറോം, ജോയൽ, സാഞ്ചിയ, റൂത്ത്, നന്ദന, ഇവരെ പ്രൈസ് ലോർഡ് 2 വർഷം ഞാനിവരെ പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. സാഞ്ചിയ മാത്രമേ ഉള്ളൂ പഠിപ്പിക്കാൻ സാധിച്ചപ്പോൾ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു വളരെ സെക്യുലർ ഫീൽഡ് നോക്കി ഒരു വളരെ വളരെ ബ്രില്യൻറ്റ്, വളരെ സ്മാർട്ട് ഉള്ള കുഞ്ഞുങ്ങളാണ്. പ്രൈസ് ലോർഡ്. അതേ സമയത്ത് തന്നെ ഇവിടെ പലരും പറഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളിലും ഇവർ വളരെ ഹമ്പിളാണ്. ദൈവദാസന്മാരെ ബഹുമാനിക്കാനും എൽഡേഴ്സിനെ ബഹുമാനിക്കുവാനൊക്കെ ഇവർ മുൻപന്തിയിലാണ്. വളരെ ഹമ്പിളാണ്. 2 വർഷം പഠിപ്പിച്ചുകൊണ്ട് അത് വളരെ, ഞാൻ ജസ്റ്റ് ഭംഗി വാക്ക് പറയല്ല, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്രം പറയാം. വളരെ ഹമ്പിളാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി കാര്യങ്ങൾ, അവരതുപോലെ തന്നെ അവരനുസരിക്കും, കേൾക്കും. അതുമാത്രമല്ല, നമ്മളിൽ വലിയവർ മുതിർന്നവരെക്കാളിലും നല്ല വചനത്തിൽ പരിജ്ഞാനമുള്ളവരുമാണ്, നല്ലവണ്ണം അറിവുള്ളവരാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഇതിനകത്ത് ഞാനൊരു കാര്യം വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഇതിനകത്ത് എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ഭാവിയിൽ നല്ല പ്രസംഗരുണ്ട്. ദൈവം ഇതിൽ ചില പ്രാസംഗരെ കണ്ടിട്ടുണ്ട്. ദൈവം ഇതിൽ കൂട്ടത്തെ ചില നല്ലവണ്ണം ദൈവത്തിന് പാടുന്നവരെ ചിലർ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. തീർച്ചയായിട്ടും 100% നിങ്ങൾ എഴുതി വെച്ചു. ഈ കൂട്ടത്തിൽ നിന്ന് നല്ലവണ്ണം പ്രസംഗം, അത് സഭയെ പ്രസംഗിക്കുന്നത് മാത്രമല്ല, നല്ല സ്തോത്രം, ഹല്ലേലൂയ, നല്ല മറ്റുള്ളവർ ലോകത്ത് അറിയപ്പെടത്തക്ക രീതിയിൽ ചില പ്രീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. പ്രൈസ് ലോർഡ്. ദൈവം ഇവരെ അധികമായി അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് ഇവിടെ സ്തോത്രം, ഹല്ലേലൂയ. ഇവർ നമ്മളെ ഉദ്ദേശിക്കുന്ന ആളിലൊക്കെ ഇവർ വളരെ മെച്യൂർഡായ കുഞ്ഞുങ്ങളാണ്. സ്പിരിച്വൽ കാഴ്ചപ്പാടുള്ള കുഞ്ഞുങ്ങളാണ്. എന്നാൽ എനിക്ക് ഒട്ടും ഒരു സംശയമില്ല, ഇവർ എവിടെ പോയാലും ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ഇവർ തെറ്റായ ഡിസിഷൻസ് എടുക്കുമെന്ന് ഒരു സ്തോത്രം എനിക്ക് ഒരു ബോധ്യമുണ്ട്. സ്തോത്രം. തീർച്ചയായിട്ടും ഇവരെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ സ്തോത്രം ആത്മീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളാം. സ്തോത്രം. ഇവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ MT അച്ചാൻ വായിച്ച അതേ സ്തോത്രം, ഹല്ലേലൂയ, ആ ഭാഗമല്ല, ആവർത്തന പുസ്തകത്തിൽ നിന്ന് 28 ഡ്യൂട്രോണമി ചാപ്റ്റർ 28 അതിൻ്റെ വേഴ്സ് 1 and 2 ഞാനൊന്ന് വായിച്ചു കൊള്ളട്ടെ. ആൻഡ് ഇറ്റ് ഷാൽ കം ടു പാസ് ഇഫ് thou shalt hearken diligently unto the voice of the Lord thy God, to observe and to do all his commandments which I command thee this day, that the Lord thy God will set you on high above all nations of the earth. Second verse, and all these blessings shall come on thee, and all these blessings shall come on thee. Every ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും
നിങ്ങളുടെ മേൽ വരും. സ്തോത്രം. ഒറ്റ കാര്യം, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക കൽപ്പനകളെ പ്രമാണിച്ചാൽ മാത്രം, അനുസരിച്ചാൽ മാത്രം മതി, കേട്ടാൽ മാത്രം മതി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വി വിൽ മിസ് യു ലോട്ട്. ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. ശരം പറഞ്ഞ പോലെ വി വിൽ ഡെഫിനറ്റ്ലി മിസ് യു ഫ്രം അവർ ഹാർട്ട്. ഈ കുഞ്ഞുങ്ങൾ സ്തോത്രം വളരെ സ്തോത്രം ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവർ തിരിച്ചും അതുപോലെ തന്നെ എപ്പോഴും വിളിയൊന്നുമില്ലെങ്കിൽ തന്നെയും സ്തോത്രം വി ഹാഡ് എ സ്പെഷ്യൽ പ്ലേസ് ഫോർ യു ഇൻ അവർ ഹാർട്ട്. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരും പാടാനായിട്ട്. ഓക്കെ, ഇറങ്ങിയപ്പോ മുമ്പോട്ട് ഇങ്ങോട്ട്. ഒരു മിനിറ്റ് ബോയ്സ്. You till we meet again. By his counsel's guide uphold you, with his sheep in love enfold you. God be with you till we meet again, till we meet, till we meet, till we meet at Jesus' feet, till we meet, till we meet again. God be with you till we meet again. God be with you till we meet again. Need his wings protecting, hide you. Daily manna still provide you. God be with you till we meet again. Till we meet, till we meet, till we meet at Jesus.
വളരെ അനുഗ്രഹീതമായി നല്ല ഗാനങ്ങൾ ആലപിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കരങ്ങളടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചാണ്. സർവശക്തന്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ കേൾപ്പാൻ കർത്താവ് ഇടയാക്കി. ആ വാക്കുകൾക്കെല്ലാം അവർ അർഹരാണ്. അതവരുടെ ജീവിതത്തിലൂടെ അവർ തെളിയിച്ചു. കർത്താവ് അവരെ തുടർന്നും അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അവരോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ വേഗത്തിൽ വാക്കുകളിൽ നിന്ന് വിരമിക്കാം. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 3 വാക്യങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് 3 കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങളോട്, ഇവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് എല്ലാവരോടുമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കും. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഒരാൾ വായിച്ചാട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലവും ഇവിടെ പ്രതിപാദിക്കുന്ന ദാനിയേൽ ഉൾപ്പെടെ ശദ്രക്, മേശക്, അബേദ്നെഗോവും ഇവരെവിടെയായിരിക്കുന്നു എന്നുള്ളതുമൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വളരെ നന്നായിട്ട് അറിവുള്ള കാര്യമാണ്. ഇവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 7 ഗുണങ്ങൾ അതിന് 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ഇവരാരും കുറഞ്ഞ പുള്ളികളായിരുന്നില്ല. അവർ സുന്ദരന്മാരായിരുന്നു, സകല ജ്ഞാനത്തിലും നിപുണന്മാരായിരുന്നു, അറിവിൽ സമർത്ഥരായിരുന്നു, വിദ്യാപരിജ്ഞാനികളായിരുന്നു, രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരായിരുന്നു, അംഗഭംഗമില്ലാത്തവരായിരുന്നു. ഇങ്ങനെ എല്ലാവിധ ഗുണങ്ങളും നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു ഈ പ്രിയപ്പെട്ടവർ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമുക്ക് അറിവ് തരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ നിന്ന് അടുത്ത ദിവസങ്ങൾ നാട്ടിലേക്ക് പഠനാർത്ഥം കടന്നു പോകുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈ വ്യക്തിത്വങ്ങളെ, ഈ പേര് പറയപ്പെട്ട പ്രിയപ്പെട്ടവരെ വചനം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും ഉയർന്ന നിലയിലെത്തുവാൻ കാരണമായി തീർന്ന ചില രഹസ്യങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളും അന്വർത്ഥമാക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത് എല്ലാവിധ ഉയർച്ചയ്ക്കും കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ പലരും ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ കടന്നു ചെല്ലുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്കാണ്. ഇന്ന് വരെ നിങ്ങൾ കണ്ടെത്തിയ, നിങ്ങൾ പരിചയിച്ച എല്ലാ പരിമിതികൾക്കും അപ്പുറത്താണ് നിങ്ങൾ ഇനി ചെന്നെത്തുവാനിരിക്കുന്ന സാഹചര്യങ്ങൾ. ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കുവാൻ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു, നിങ്ങളെ നന്നായി കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ എല്ലാ കണ്ണുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ നിലയിലുള്ള നിയന്ത്രണങ്ങൾക്കൊക്കെ പരിധികളുണ്ട്. കാരണം വളരെ പെട്ടെന്ന് നിങ്ങളെ നിയന്ത്രിക്കുവാനൊന്നും ആരും അടുത്തില്ലാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾ എവിടെ ചെന്നെത്തിയാലും 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചതുപോലെ ഈ ദാനിയേലിനും കൂട്ടർക്കും അവർ ജീവിതത്തിൽ ഉയർച്ച പ്രാപിപ്പാനുള്ള 1-ാമത്തെ കാര്യം അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവർക്കൊരു ഉറച്ച തീരുമാനമുണ്ടായി. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: രാജാവിൻ്റെ ഭോജനം കൊണ്ട്, അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കത്തില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരരുതെന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഫുഡ് ഏറ്റവും ശ്രേഷ്ഠമാണ്, അല്ലേ? അടിപൊളി ഫുഡാണ്, നമ്മുടെ ഭാഷ പറഞ്ഞ അടിപൊളി ഫുഡാണ്. അത് വേണ്ടെന്നൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. പക്ഷെ ഇവർ വേണ്ടെന്ന് വെച്ചതിൻ്റെ പിൻപിൽ ചില കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അവർ പറഞ്ഞത് അവരിപ്പോൾ ബാബേൽ ദേശത്ത് ഒരു അന്യദേശത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടാക്കുന്ന ഈ ശ്രേഷ്ഠ ഭോജനം ആദ്യം കാഴ്ചവെക്കുന്നത് ആ ദേശത്തെ ദേവന്റെ മുൻപിലാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ അകത്തൊരു പ്രമാണം കിടപ്പുണ്ട്. ഇവിടെ എല്ലാവരും ഓർമ്മപ്പെടുത്തിയത് അതേ വാക്കുകളാണ്. അത് ഞാൻ വചനത്തിലൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പ്രമാണം അവരുടെ അകത്തുണ്ട്. ഈ പ്രമാണം അവരുടെ അകത്തുള്ളതിടത്തോളം കാലം അവർ പറഞ്ഞു, അന്യദേവന് സമർപ്പിച്ച എത്ര ശ്രേഷ്ഠകരമായ ആഹാരമാണെങ്കിലും അത് ഞങ്ങൾക്ക് വേണ്ട, അത് കഴിച്ച് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. സ്തോത്രം.
ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ പഠിച്ച, നിങ്ങളെ ഉപദേശിച്ച ദൈവവചനത്തിൻ്റെ പ്രമാണം വിട്ട് നിങ്ങൾ ഒരു ചുവട് പോലും വെക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറച്ചൊരു തീരുമാനമായിരിക്കണം. അത് ഭക്ഷണത്തിൽ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ പരിമിതികളൊക്കെ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇച്ചിരൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് ചെല്ലും. അപ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണത്തിലാകട്ടെ, ആൺകുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, അവരുടെ മുടിയുടെ സ്റ്റൈലിലാകട്ടെ, അവരുടെ സംസാരത്തിലാകട്ടെ, അവരുടെ കൂട്ടുകെട്ടിലാകട്ടെ, നിങ്ങളുടെ നടപ്പിലാകട്ടെ, നിങ്ങളുടെ പ്രവർത്തികളിലാകട്ടെ, എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിരിക്കണം. ഞാനൊരു ദൈവ പൈതലാണ്. ദൈവ പൈതലിന് വചനത്തിന് ചേരാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഉയർച്ചയ്ക്ക് കാരണമാണ്. രണ്ടാമത്തെ വസ്തുത 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഇവിടെ രാജാവിൻ്റെ മുമ്പിൽ ഒരു രഹസ്യത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടി ലഭിച്ച സമയത്ത് ദാനിയേല് ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം അടുത്ത പദം കൂട്ടുകാരായ ഹനന്യാവോടും മിഷായേലിനോടും അസരിയാവോടും കാര്യമറിയിച്ചു. സ്തോത്രം. ഇപ്പം രണ്ടാമത് എനിക്ക് അവിടെ നിന്ന് പറയാനുള്ളത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ ദൈവഹിതപ്രകാരമുള്ളത് തന്നെയായിരിക്കണം. ഇവിടെ ദാനിയേലിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഈ കാര്യം പങ്കുവെച്ച് പരസ്പരം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു നല്ല കൂട്ടുകെട്ടാണ് ദാനിയേലിന് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതും ഈ പ്രമാണത്തിന് യോജിച്ചതായിരിക്കണം. ദൈവകൃപ നഷ്ടപ്പെടുന്നതായിരിക്കരുത് എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത് ഇവിടെ എല്ലാവരും ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കാണ് എനിക്ക് പറയാനുള്ളത്. 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ആ വാക്കിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ്. സ്തോത്രം. രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിലുകൾ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ ഒരു പ്രാർത്ഥനാനുഭവം നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ എല്ലാ പഠനരംഗങ്ങളിലും, നിങ്ങളുടെ ഭാവിയിലും എല്ലാം അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഞാൻ ഈ 3 കാര്യങ്ങൾ മാത്രമേ ഇന്ന് രാത്രി ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. 1, നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനമുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ പ്രമാണത്തെ ഒരിക്കലും വ്യതിചലിക്കുന്നതായിരിക്കരുത്. 2, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങളെ അവിടേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കരുത്. നിങ്ങളുടെ പ്രമാണത്തിനനുസരിച്ചുള്ളതായിരിക്കുക. 3, നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു പ്രാർത്ഥനാ ജീവിതം അത് വ്യക്തിപരമായി നിങ്ങൾ നിലനിർത്തുക. സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് നൽകി ഏറ്റവും ഉന്നത തലങ്ങളിൽ നിങ്ങളെ എത്തിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. തുടർന്ന് നാം ഈ കുഞ്ഞുങ്ങൾക്ക് സഭയുടേതായ ഉപഹാരങ്ങൾ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഇവിടെ വിതരണം ചെയ്യുന്ന ആ മൊമൻറ്റോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ നമ്മുടെ സഭയുടെ ട്രഷറർ മുൻപോട്ട് വന്ന വേഗത്തിലൊന്ന് വായിച്ചു കേൾപ്പിക്കും. അതിനുശേഷം അവർക്ക് നമ്മളത് കൈമാറുന്നതായിരിക്കും. Praise the Lord. The Kuwait Church of God, Full Gospel in India, Kuwait. The word have I hidden in my heart that I might not sin against thee. The Psalms 119 verse 11. Presented to Nandana Jayan on departure from Kuwait. We are gladly to acknowledge your overall presence and valuable contribution to the Sunday School, YP and the church during past years. You are a precious asset to the church and we appreciate your good qualities, your commitments, faithfulness to Christ and your outstanding talents as well as your character is a testimony to our church which will be remembered always. We wish you every success for your future. God bless you. The 10th June 2022. ആദ്യത്തെ ഗിഫ്റ്റ് നമ്മൾ നൽകുന്നത് നമ്മുടെ പ്രിയ ജോനാഥാൻ ജോജിക്കാണ്. ജോനാഥാൻ ജോജി.
നമ്മുടെ സഭയുടെ വകയായുള്ള മൊമൻറ്റോ ജോനാഥാൻ ജോജിക്ക് കൈമാറുന്നത് കർത്താവിൻ്റെ ദാസൻ സാംകുട്ടി സാമുവലാണ്. സാംകുട്ടി ചാൻ മുമ്പോട്ട് വരും. സഭയുടെ വകയായ ഒരു ഗിഫ്റ്റ് കൂടെ നമ്മുടെ ജോനാഥാന് കൈമാറുന്നു. അത് കൈമാറുവാനായിട്ട് ഫിലിപ്പ് ജോൺ മുൻപോട്ട് വരും. ഫിലിപ്പ് ജോൺ. അതിനുശേഷം ജെറോമിന് നമ്മുടെ മൊമെൻറ്റോ നൽകുന്നത് ജെയിംസ് തോമസ് ആണ്. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് തോമസ് മുമ്പോട്ട് വരണം. ക്യാഷ് ഗിഫ്റ്റ് നൽകുന്നത് ഫിനോയി ആണ്. മുൻപോട്ട് വരണം. അടുത്തത് ജെറോം സാം സാമുവേൽ. ഫിനോയ് ഗിഫ്റ്റ് കൈമാറും. ജോയൽ ജേക്കബ്. അടുത്തത് ജോയൽ ജേക്കബ് ആണ്. ജോയൽ ജേക്കബിന് മൊമെൻറ്റോ കൈമാറുന്നത് സിജു തോമസ്. ക്യാഫ് ഗിഫ്റ്റ് കൈമാറുന്നത് ജോബി തോമസ്. അടുത്തത് സാറ തോമസ്. സാറ തോമസിന് മൊമെൻറ്റോ കൈമാറുന്ന റസീത്ത് ആൻറ്റിയാണ്. റസീത്ത് ആൻറ്റി മുമ്പോട്ട് വന്നിട്ട് ക്യാഷ് ഗിഫ്റ്റ് കൈമാറുന്നത് സിസ്റ്റർ റീന ഡേവിഡ്. അടുത്തത് രൂത്തിനാണ്. രൂത്തിന് മൊമെൻറ്റോ കൈമാറുന്നത് സിസ്റ്റർ റീജ ബിജു. ഗിഫ്റ്റ് കൈമാറുന്നത് സിസ്റ്റർ ലിബി അനുമോത്ത്. അടുത്തത് നന്ദന ജെയിൻ. നന്ദനയ്ക്ക് മൊമെൻറ്റോ കൈമാറുന്നത് സിസ്റ്റർ ആൻസി ബ്ലസൻ. ഗിഫ്റ്റ് കൈമാറുന്നത് സിസ്റ്റർ ബിന്ദു സൈബു.
സാഞ്ചിയ ആണ് അടുത്തത്. സാഞ്ചിയയ്ക്ക് മൊമെൻ്റോ കൈമാറുന്നത് നമ്മുടെ പ്രിയ മെറിൻ ആൻറ്റി. ഗിഫ്റ്റ് കൈമാറുന്നത് സിസ്റ്റർ ലിജി. സൺഡേ സ്കൂളിൻ്റെ ഗിഫ്റ്റാണ് ഇനി അടുത്തത് കൊടുക്കുന്നത്. സൺഡേ സ്കൂളിൻ്റെ വകയായുള്ള ഗിഫ്റ്റ്. ജോനാഥാൻ ജോജി വന്നില്ല, അതുകൊണ്ടോ ജോനാഥാന് ഗിഫ്റ്റ് കൈമാറുന്നത് ജോജി ഐസക്. ജെറോം ഷാമുവലിന് ഗിഫ്റ്റ് കൈമാറുന്നത് പ്രിയ ബോവസ് ജോൺ. അടുത്തത് ജോയൽ ജേക്കബ്. ഗിഫ്റ്റ് കൈമാറുന്നത് ബാബു തോമസ്. നെക്സ്റ്റ് സാറ തോമസിന് ഗിഫ്റ്റ് കൈമാറുന്നത് സിസ്റ്റർ ബിജി ജോജി. അടുത്തത് രൂത്ത് സാറ ഷാജൻ. ഗിഫ്റ്റ് കൈമാറുന്നത് രമ്യ. നന്ദന ജയൻ. നന്ദനയ്ക്ക് ഗിഫ്റ്റ് കൈമാറുന്നത് സൂസൻ തോമസ്. നെക്സ്റ്റ് സാഞ്ചിയ തോമസ്. സാഞ്ചിയയ്ക്ക് ഗിഫ്റ്റ് കൈമാറുന്നത് സിസ്റ്റർ സിബി. ഓക്കെ, വൈപ്പിയുടെ വകയായിട്ടുള്ള ഗിഫ്റ്റ് ആദ്യമായിട്ട് ജോനാഥാൻ ജോജി. ജെറോം സാമുവൽ. ജോയൽ ജേക്കബ്.
Sarah Thomas, Ruth Sarah Shajan, Nandana Jain, and Sanjaya Thomas. തുടർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ മറുപടി വാക്കുകൾ സംസാരിക്കുമെന്ന സമയമാണ്. ഇതേ ക്രമത്തിൽ തന്നെ അവർ മറുപടി വാക്കുകൾ സംസാരിക്കും. ആദ്യം ജോനദാൻ ചോജി, അതിനുശേഷം ജെറോം ഷാമുവൽ, ജോയൽ ജേക്കബ്, സാറ തോമസ്, രൂത്ത് സാറ ഷാജൻ, നന്ദന ജയൻ, സാഞ്ചിയ തോമസ്. Praise the Lord. Praise the Lord. Praise and thank God for giving me this opportunity thank you for allowing me for extending my heartfelt gratitude to all of you. Primarily, I would like to extend my gratitude toward my parents, as well as to our pastor uncle, as well as all the pastors who had pastored our church in the previous years. Telling about Pastor Uncle, he had been a support to me in every ways, whether it be in prayer, whether it be in teaching the word or sharing the word and upholding in our every aspects of our spiritual growth. He had played a vital role in that. And I also take this time to thank all my Sunday school teachers who have helped me in growing in Christ and helping me to learn the word. And I also like to extend my gratitude to all the brothers and sisters who have upheld me in their prayers, and that had been a backbone in my life, and I thank God for that. And the reason I have been till thus far is just the grace of God and His mercies alone, and all of your prayers. And I would also like to remember all my teachers who have helped me in my academic life too, and who have schooled me before, and they have also played a vital role in molding me up, and I take this time to remember them too, as well as all those who helped me to grow in Christ, like Daju uncle, Johnson uncle, and Annie auntie, who have helped me in their prayers, Marina auntie, Susan auntie. If I'll take the names, I'll have to take a much more time. May God reward you all according to His riches, and may God bless you all. And saying this, I would like to end with my words. May God bless you all. Praise the Lord. I thank God for this time. Firstly, I'd like to thank everyone who said those kind words about all of us and who took their time to host this farewell, and everyone involved in this. This church has been a part of my life for as long as I can remember. I joined the Sunday school from pre-KG, and I'm glad to say that I've been here to date. I'd like to take up some names, including Raju uncle, Sherry Chechi, and some people who are not there, Suganti, who all helped me from my early years till where I am now. I want to thank Pastor Saji Abraham and all the previous pastors who ministered this church. I want to thank the elders, committee members, past and present, and all church members for advising me and guiding me throughout my life. Finally, I'd like to extend my gratitude to my parents who are a big part of my life, who ensured that I attended these Sunday school classes and church meetings to
make me the person that I am today. I wouldn't be where I am now without them. Finally, I'd like to request your humble prayers for my future and my future endeavors. Thank you, and may God bless you. Praise the Lord. I thank God to stand to give thanks to all who had kept me safe, who prayed for me during my past years in Kuwait. I would like to thank Raju Uncle, Johnson Uncle, Mary Dandy, Rest Dandy, Bruce Dandy, and everybody, all the elders in the church, all the Sunday school teachers. They have been good teachers in my life. They taught me the word of God. They prayed for me during my difficult times, during my sickness and pain. I would like to thank all the pastors who taught me the word of God. When they teach the word of God, the Holy Spirit fills in my heart. I feel so overjoyed to stand in their midst and praise the Lord once again. I would like to thank my parents who supported me during this tough years and painful years. They have been so good to me and loving. I used to talk back to them, and when they lectured me, I used to talk at them and shouted at them, but they were still loving me. All of the elders still loved me for being kind and all. I thank you all from my heart once again. Amen. Praise Lord. I thank God for this chance that has been given to me to stand amongst you all this Friday evening. I'd like to thank God first of all for making me giving me an opportunity to be a part of this church. All the prayer meetings, Sunday school, I've been attending Sunday school from pre-school to 12th grade. It has all been a blessing in my life, especially all my Sunday school teachers have been a great blessing in my life. I would like to thank this church and each and every member here gathered today. You have all been, your prayers have been very valuable in my life, especially Pastor Uncle and family, and all the previous pastors and your family. All your prayers have been a blessing and will be a blessing for my future too. God willing, I'll be traveling to India this coming Tuesday. I would like to please continue praying for me and my family, and also for a safe journey. Praise the Lord. I thank the Lord for giving me this time to stand among you all and say a few words. I thank everyone who prayed for me during my exams. He helped me to write my exams very well. I thank my parents. I thank all my Sunday school teachers, all the headmasters. I thank Raju Uncle and Shernandi for molding me to who I am today. I thank each and every uncles and aunties who prayed for me. Especially Susan Auntie, Marina Auntie, Johnson Uncle, everyone who prayed for me. I thank each and everybody. I thank the Pastor Uncle and family, and also the previous Pastor Uncles. If God willing, my last exams will be ending on this Monday. Please to continue praying for me. Praise Lord. I praise and thank God for the beautiful night He has given us to gather here and praise His name. First and foremost, I thank God for this blessed 18 years for this church. I thank my long-suffering parents and my brother. I thank each and everyone here. I don't want to list names because the list will be never-ending. All the Sunday school teachers, all the headmasters all through these years, Pastor Uncle and family, all the previous Pastor Uncles who have enabled me and nurtured me to grow in Christ and have a better relationship with Christ. I got baptized in this church, and it was such a blessing in my life. All those memories that I have with this church, I'll never forget it. I hope that you all will uphold me in your prayers.
for my further studies and my spiritual growth. If God willing, I'll be traveling to India on this Tuesday. I request your humble praise. Thank you. Praise the Lord. I praise and thank the Lord for giving this wonderful opportunity to stand among the believers, and Pastor and my family especially. God was good to me and kept me safe and healed me through my sickness all these past years. He was good to me. He taught me a lot of things, especially and the Sunday school. It was a great blessing in my life, especially Rajangal, Sharnandi. They taught me a lot of things. They guided me through the right path, especially and the pastors from the previous years who were here. And Saji Pastor, I thank them, especially during my exams. John Snangle, who visited me and prayed for me, and all the church members, believers, and all the children who were there, all the senior children who prayed for me, who was with me through this journey. I thank them again. Amen. കുഞ്ഞുങ്ങളുടെ എല്ലാം നല്ല വാക്കുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസനത്തിൽ ഒരു നിമിഷം എഴുന്നേക്കാം. നമ്മെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു ഗാനത്തിന്റെ ചില വരികൾ നമ്മൾ ഒരുമിച്ച് പാടിയ ശേഷം ഈ കുഞ്ഞുങ്ങളെ നാം ഒരുമിച്ച് ദൈവസനത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Praise God. There shall be showers of blessing. This is the promise of love. Oh, there shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Oh, showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Ashish Maria ആനന്ദവാദത്തവേ മേൽ നിന്നു രക്ഷകൻ നൽകൂ ആനന്ദവാനങ്ങളെ. ഓ ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരേ വന്മാരതാദൈവമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ എല്ലാ കരങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ നേരെ നീട്ടി ഒരുമിച്ച് നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അവരുടെ ശുഭകരമായ ഭാവി
ദൈവം അവരുടെ മേൽ നിർണയിച്ചിരിക്കുന്ന ദൈവിക നിർണയങ്ങളുടെ പൂർത്തീകരണം, അതെല്ലാം നമുക്ക് വരുന്ന ആളുകളിൽ കണ്ട് സന്തോഷിപ്പാൻ സ്വർഗമോട് നിടവരുത്തേണ്ടതിന് അവർ ശാരീരികമായി ബലമുള്ളവരായി, അവർ എല്ലാ നിലകളിലും കർത്താവിനാൽ മാനിക്കപ്പെട്ടവരായി, ഒരു തരത്തിലും ശത്രുവരെ തോൽപ്പിച്ചു കളയാതെ ദൈവകൃപയുടെ മറവിൽ നിലകൊള്ളുന്ന കുഞ്ഞുങ്ങളായി തീരേണ്ടതിന് നമുക്കവർക്ക് വേണ്ടി ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പനിമിഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോന്നും യഥാസമയം പൂർത്തീകരിക്കപ്പെടും. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞങ്ങൾ അവരെ സമർപ്പിക്കുന്നു. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുന്ന നിൽപ്പിൽ തന്നെ ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിൽ ആരംഭം മുതൽ ഇത്രത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം തന്ന് കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന് ദാസൻ പ്രിയ ജേക്കബച്ചാൻ മുൻപോട്ട് വരും, പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്കൊരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയങ്ങളെ വിനിയോഗിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, കർത്താവ് ഈ സന്ധ്യാസമയത്ത് കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സെൻഡ് ഓഫായി കർത്താവ് സഭ ക്രമീകരിച്ചിരിക്കുന്ന
മീറ്റിംഗിൽ കർത്താവ് കടന്നു വരുവാനും കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അടങ്ങിയ ജീവിതത്തിൽ നല്ല സാവശ്യമായ സ്തുതി കർത്താവേ. പദങ്ങൾ ഞങ്ങളുടെ ദാനമാണ് കർത്താവേ, അങ്ങ് തന്ന ദാനമാണ് കർത്താവേ. സ്വതം അവളെ വളർത്തുവാനുള്ള കൃപ മാതാപിതാക്കളായി ഞങ്ങൾക്ക് സഹായിച്ചില്ല കർത്താവേ. ഈ പ്രദേശത്ത് അവർ ജനിക്കുവാനും അവർ കർത്താവിൻ്റെ ദിവസഭയിൽ കർത്താവെ സൺഡേ സ്കൂൾ കർത്താവെ എല്ലാത്തിലും ആത്മീയമായി അവരെ ബലപ്പെടുത്തിനായി സ്തോത്ര കർത്താവെ. അടുത്ത ദിവസങ്ങളിൽ അവർ നാട്ടിലേക്ക് കടന്നു പോകുന്നു. കർത്താവിൻ്റെ കൃപ കൂടിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കർത്താവ് ഓരോ ദിവസവും ഭക്ഷിച്ച് പാനം ചെയ്ത് ദൈവനാമത്തിനായി തീർക്കുവാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസനായി മാതാപിതാക്കളെ കർത്താവ് ചെയ്ത് ജീവിക്കുന്നവരായി പദങ്ങളായി തീരുവാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് സന്തോഷിച്ച് ജീവിക്കാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. അവരെ ആത്മീയമായി കർത്താവ് ഭൗമികമായി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വതം. ഇന്ന് കർത്താവ് മാതാക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വതം. ഇത്രത്തോളം കർത്താവ് ഞങ്ങൾ സഹായിച്ചല്ല കർത്താവ്. ഞങ്ങളൊന്നിനും യോഗ്യരല്ല കർത്താവ്. അങ്ങയുടെ കൃപയും ദയയും ഒന്ന് മാത്രമാണ് കർത്താവ്. ഞങ്ങളെ പ്രദേശത്തോളം ഞങ്ങളെ മാനിച്ചതയുമാകിയാൽ സ്തോത്രം കർത്താവ്. ദൈവസഭ ഇത്രത്തോളം ആദരിച്ചില്ല കർത്താവ് സ്വതം. കർത്താവിൻ്റെ കൃപയെ ഞങ്ങളെ മറക്കണം പ്രാർത്ഥിക്കുന്നു. വരുന്ന ആളിൽ അനേക കുഞ്ഞുങ്ങൾ കർത്താവ് സൺഡേ സ്കൂളിൽ വന്ന് കടന്നു വന്ന് ഈ സഭയിൽ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പുതിയ സ്നാനങ്ങളൊക്കെ നടക്കുവാൻ സഹായിക്കണമേ. അടുത്ത ദിവസങ്ങൾ നടക്കുന്ന പ്രെയർ മീറ്റിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു. ചിലർ സമർപ്പിക്കാനും അത് സ്നാനത്തിന് മുഖാന്തരമായി തീർക്കാൻ സഹായിക്കണമേ. ദിവാസനെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നത്തോളം കർത്താവ് സഹായിച്ചല്ലോ. കൃപയെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും പ്രാർത്ഥിക്കുന്നു. സകലമാനും മൊത്തം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിൻ്റെ കൃപയും ദിനം പ്രതി ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചെല്ല വിഷയത്തോടും വിശേഷിയാൽ ഈ രാജ്യത്തുനിന്ന് അടുത്ത ദിവസങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകുന്ന ഈ വാത്സല്യ തലമുറകളോടും അവരുടെ മുൻപിലുള്ള ഭാവിയോടുകൂടിയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവോളും എന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നമുക്ക് ജനം കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശുവേ വരണമേ. ഒരു നിമിഷം നമുക്ക് ഭക്ഷണത്തിലൂടെ പ്രാർത്ഥിക്കാം.